തൃശൂർ റൗണ്ട് അപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്ക്, Penco Marbles and Granites, ജോസ് ആലുക്കാസ്. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ മുകേഷ് ലാൽ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കേരള ഭവന നിർമ്മാണ ബോർഡിന്റെ ഫ്ളാറ്റുകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനർഹരായവർ കൈവശപ്പെടുത്തി. ഫ്ളാറ്റിലെ കുടുംബങ്ങൾ താമസിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ. ആദിവാസി ഊരുകളിൽ നിന്ന് കുന്നംകുളത്തെ സ്കൂളുകളിൽ കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി KG സൈമൺ ചുമതലയേറ്റു. സുരക്ഷാ ഗതാഗത സംവിധാനങ്ങളിൽ തൃശൂരിന്റെ പ്രത്യേകതകൾ പഠിച്ച ശേഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷണർ. തൃശൂരിൽ ആഭ്യന്തരമന്ത്രിയെ സല്യൂട്ട് ചെയ്യാതിരുന്ന ADGP ഋഷിരാജ് സിംഗിന്റെ നടപടി ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഋഷിരാജ് സിംഗിനെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. ജില്ലയിൽ വീണ്ടും ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമം. കേച്ചേരി SBI ബാങ്ക് ശാഖയുടെ ചുമർ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തി. വിശദമായ വാർത്തകളിലേക്ക്. പാവപ്പെട്ടവർക്കായുള്ള കേരള ഭവന നിർമ്മാണ ബോർഡിന്റെ ഫ്ളാറ്റുകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനർഹരായവർ കൈവശപ്പെടുത്തിയതായി ആക്ഷേപം. പകർച്ചവ്യാധികൾക്കിടയാകും വിധം ഇവിടെ സെപ്റ്റിക് മാലിന്യങ്ങൾ വ്യാപകമായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായും പരാതി. മന്ത്രി KM മാണിയുടെ ചുമതലയിൽപ്പെട്ട കേരള ഭവന നിർമ്മാണ ബോർഡ് കുട്ടനല്ലൂരിൽ നിർമ്മിച്ചിട്ടുള്ള ഫ്ളാറ്റുകളെക്കുറിച്ചാണ് പരാതികൾ വ്യാപകമായിട്ടുള്ളത്. 3 ബ്ലോക്കുകളിലായി 72 ഫ്ളാറ്റുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഭവനരഹിതർക്കും വിധവകൾക്കും കുറഞ്ഞ വരുമാനക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർക്കുമെല്ലാമായി വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഫ്ളാറ്റുകൾ. 1000 രൂപ മാത്രം വാടക ഈടാക്കിക്കൊണ്ട് മെച്ചപ്പെട്ട ജീവിത സൗകര്യം പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ ചുരുങ്ങിയ വാടക മാത്രമുള്ളതിനാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനർഹരായവർ ഫ്ളാറ്റുകൾ കൈവശം വെച്ചിരിക്കുന്നതായാണ് ആക്ഷേപം. ഈ വിധം ഫ്ളാറ്റുകൾ കൈവശപ്പെടുത്തിയിട്ടുള്ളവർ മദ്യപാനത്തിനും അനാശാസ്യ പ്രവർത്തികൾക്കുമായി ഇവിടം വേദിയാക്കുന്നതിനാൽ കുടുംബമായി ഇവിടെ താമസിക്കാനാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വീട് കൈവശപ്പെടുത്തിയവർ പലരും കൂടുതൽ തുകയ്ക്ക് ഫ്ളാറ്റുകൾ മറിച്ചു കൊടുത്തതായും ആരോപണമുണ്ട്. അധികൃതരുടെ ഒത്താശയോടെയാണ് ഇത്തരം അനധികൃത ഇടപാടുകൾ നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുകയാണ് പതിവ്. 1 വർഷം മുമ്പ് പണിതീർത്ത ഫ്ളാറ്റിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് യാതൊരു സംവിധാനവുമില്ല. ഭവന നിർമ്മാണത്തിനൊപ്പം മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം നിർബന്ധമാക്കിയ സർക്കാർ സ്വന്തം ഭവന പദ്ധതികൾക്ക് അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുകയാണ്. മാലിന്യം നിക്ഷേപിക്കാനായി ഫ്ളാറ്റിനടുത്ത് കുഴിയെടുക്കാൻ പോലും അനുവാദം നൽകാത്തതിനാൽ 72 കുടുംബങ്ങളും ഫ്ളാറ്റിനോട് ചേർന്ന് മാലിന്യങ്ങൾ കൂട്ടിയിടുകയാണ് പതിവ്. 1 വർഷമാകുമ്പോഴേക്കും സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മാലിന്യം പുറത്തേക്കൊഴുകുന്ന അവസ്ഥയാണ്. ദുർഗന്ധം മൂലം ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ. ഈ മണ്ണടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ അത് എനിക്ക് തന്നെയല്ല കൊച്ചു കുട്ടികൾക്കുണ്ട്. 4 ദിവസം ഇനി ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം ഇന്നാണ് ഒരു ശിഖരം ഭക്ഷണം കഴിച്ചാണ്. ഈ വഴിക്ക് ആ വഴിക്കൊക്കെ വരുന്നവരൊക്കെ മുക്കുപത്തിട്ട് വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് ഒരു ഭാഗമില്ല. പകർച്ചവ്യാധികൾ വ്യാപകമാകുമ്പോഴും മഴയിൽ സെപ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകി കുടിവെള്ളത്തിൽ കലരുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് ഇവരുടെ ആശങ്ക. അയ്യന്തോളിലുള്ള ഓഫീസിൽ പലതവണ പരാതി നൽകിയിട്ടും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികാരികൾ കൈയൊഴിയുകയാണ്. ആശ്രിതരില്ലാത്ത വൃദ്ധജനങ്ങളടക്കം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്ത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന സാഹചര്യം ഒഴിവാക്കാനും മാലിന്യ സംസ്കരണത്തിനും സംവിധാനമൊരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒപ്പം തങ്ങളുടെ സാമൂഹിക അന്തരീക്ഷത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നവരെ ഒഴിവാക്കി അർഹരായവർക്ക് ഭവന പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, തൃശൂർ. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് കുന്നംകുളത്തെ ചില സ്കൂളുകളിൽ ചേർത്തതിനെക്കുറിച്ച് വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സ്കൂളുകളിൽ ഡിവിഷൻ നിലനിർത്താനും അധ്യാപകരുടെ ജോലി സ്ഥിരതയ്ക്കുമായി ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത് സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് TCV പുറത്തുവിട്ടത്. കുന്നംകുളം മേഖലയിലെ ചില സ്കൂളുകളിൽ 100 കണക്കിന് ആദിവാസി കുട്ടികളെയാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നും താമസത്തിനും ഭക്ഷണത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള ഇത്തരം പ്രവർത്തനത്തിനു പിന്നിൽ പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നുമായിരുന്നു ആരോപണം. വാർത്തയെ തുടർന്ന് വിദ്യാഭ്യാസ ഓഫീസർ സച്ചിദാനന്ദൻ സ്കൂളുകളിലും താമസ സ്ഥലങ്ങളിലും പരിശോധന നടത്തി.
ദളിത് പ്രവർത്തകരായ ടി.കെ. ബാബു, ശങ്കർദാസ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. TCV വാർത്തയെ തുടർന്ന് പോലീസും സ്കൂളുകളിൽ അന്വേഷണം നടത്തിയിരുന്നു. വെള്ളർക്കാട് വിവേകസാഗരം UP സ്കൂളിൽ 10ഓളം ആദിവാസി കുട്ടികളാണുള്ളതെന്ന് ഇവർ സ്ഥിരീകരിച്ചു. ഇവർക്കുള്ള സൗകര്യങ്ങൾ നാമമാത്രമാണെന്ന് പരിശോധനാ സംഘം വിലയിരുത്തി. സംഭവത്തിൽ വിശദീകരണം നൽകാൻ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടതായും AEO പറഞ്ഞു. ചൂണ്ടൽ, ബ്രഹ്മകുളം മേഖലയിലും ഇത്തരത്തിൽ നിരവധി കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് പാർപ്പിച്ചതായി സൂചനയുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി KG സൈമൺ ചുമതലയേറ്റു. കോപ്പിയടി വിവാദത്തെ തുടർന്ന് IG TJ ജോസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും പ്രസവാവധിയെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന R നിശാന്തിനി പോവുകയും ചെയ്തതോടെ പോലീസ് തലപ്പത്ത് ആളില്ലാത്ത അവസ്ഥയായിരുന്നു. രാമവർമ്മപുരം പോലീസ് അക്കാദമി IGക്കാണ് തൃശൂർ റേഞ്ച് IGയുടെ പകരം ചുമതല നൽകിയിരുന്നത്. തൃശൂർ റൂറൽ SPക്കായിരുന്നു കമ്മീഷണറുടെ അധിക ചുമതല. എറണാകുളം ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് KG സൈമൺ കമ്മീഷണറായി തൃശൂരിലെത്തുന്നത്. IGയും സിറ്റി പോലീസ് കമ്മീഷണറും ഇല്ലാത്തതിനെ തുടർന്ന് ജില്ലാ പോലീസ് തലപ്പത്ത് നാഥനില്ലാ കളരിയാണെന്ന് TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സുരക്ഷാ ഗതാഗത സംവിധാനങ്ങളിൽ തൃശൂരിന്റെ പ്രത്യേകതകൾ പഠിച്ച ശേഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷണർ KG സൈമൺ TCVയോട് പറഞ്ഞു. മുൻ മേധാവികൾ തുടങ്ങിവെച്ച നല്ല പ്രവർത്തനങ്ങളും പദ്ധതികളും തുടരാൻ മുൻകൈയെടുക്കണമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രിയെ അഭിവാദ്യം ചെയ്യാതെ ADGP ഋഷിരാജ് സിംഗ് പ്രോട്ടോകോൾ ലംഘിച്ച നടപടി തെറ്റാണെന്നും ഇതിനെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ഋഷിരാജ് സിംഗ് നൽകിയ വിശദീകരണവും ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഋഷിരാജ് സിംഗിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന വനിതാ പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കാനെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഋഷിരാജ് സിംഗ് സല്യൂട്ട് ചെയ്യാതിരുന്നതാണ് വിവാദമായത്. ആഭ്യന്തരമന്ത്രി സമീപത്തു കൂടി നടന്നു പോകുന്നത് കണ്ടിട്ടും ADGP ഋഷിരാജ് സിംഗ് എഴുന്നേൽക്കാതെ കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഋഷിരാജ് സിംഗിന്റെ പുറകിലിരുന്ന ഉദ്യോഗസ്ഥർ എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്തിരുന്നു. ആഭ്യന്തരമന്ത്രിയെ അഭിവാദ്യം ചെയ്യാതിരുന്നത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട് DGP TP സെൻകുമാർ ADGP ഋഷിരാജ് സിംഗിനെ കത്ത് കൈമാറി. ഇതേസമയം ആഭ്യന്തരമന്ത്രിയെ ADGP സല്യൂട്ട് ചെയ്യാതിരുന്നത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി DGPയിൽ നിന്ന് റിപ്പോർട്ട് തേടി. ജില്ലയിൽ വീണ്ടും ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമം. കേച്ചേരി SBI ബാങ്ക് ശാഖയുടെ ചുമർ കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തി. ബാങ്കിന്റെ പുറകുവശത്ത് ബാത്റൂമിനരികിലായുള്ള ചുമരിന്റെ അടിഭാഗം തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ലോക്കർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. ലോക്കറിന്റെ ഹാൻഡിലുകൾ തകർത്തിട്ടുണ്ട്. ചെറുതും വലുതുമായ 2 ലോക്കറുകളാണ് ബാങ്കിലുള്ളത്. ഈ മുറിയിലേക്കുള്ള ഗ്രില്ലുകൾ തകർത്ത നിലയിലാണ്. ഇതിനായി കൊണ്ടുവന്ന കമ്പിപ്പാര, ചുറ്റിക, സ്ക്രൂ ഡ്രൈവർ തുടങ്ങിയവ ബാങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ബാങ്കിലെ സെക്യൂരിറ്റി ക്യാമറകൾ തകർക്കുകയും കമ്പ്യൂട്ടർ മോണിറ്ററും TVയും നശിപ്പിക്കുകയും ചെയ്തു. ഹാളിൽ മലമൂത്ര വിസർജനം നടത്തിയാണ് മോഷ്ടാക്കൾ തിരിച്ചുപോയത്. തൃശൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സെക്യൂരിറ്റി ക്യാമറകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് മോഷ്ടാക്കളിൽ ഒരാളുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അല്പവസ്ത്രധാരിയായി ഹാളിൽ കിടക്കുന്ന ഒരാളുടെ ദൃശ്യമാണ് ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നതെന്നും ഇയാളുടെ മുഖം അവ്യക്തമാണെന്നും പോലീസ് പറഞ്ഞു. ക്യാമറയിലെ ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കുന്നംകുളം അഡീഷണൽ SI ജോണിയുടെ നേതൃത്വത്തിൽ എത്തിയ പോലീസ് സംഘം വിശദമായ പരിശോധന നടത്തി. അടിസ്ഥാന ശമ്പളം 2000 രൂപ മുതൽ 12,000 രൂപ വരെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ശമ്പള കമ്മീഷൻ ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ കമ്മീഷനാണ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. പെൻഷൻ പ്രായം 58 വയസ്സായി ഉയർത്തണമെന്നും ശമ്പള പരിഷ്കരണം 10 വർഷം കൂടുമ്പോൾ മതിയെന്നുമാണ് കമ്മീഷൻ പ്രധാനമായും ശുപാർശ ചെയ്തിരിക്കുന്നത്. പുതിയ ശമ്പള സ്കെയിൽ അനുസരിച്ച് കുറഞ്ഞ ശമ്പളം 17,000 രൂപയും കൂടിയ ശമ്പളം 1,20,000 രൂപയുമായിരിക്കും. സമ്പൂർണ്ണ പെൻഷനെ കുറഞ്ഞ സർവീസ് 30 വർഷം എന്നത് 25 വർഷമായി ചുരുക്കാനും ശുപാർശ ചെയ്തു. ഹൈസ്കൂൾ അധ്യാപകർക്ക് 28 വർഷം സർവീസ് പൂർത്തിയാകുമ്പോൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ തസ്തിക നൽകുക, ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഗ്രേഡിലേക്ക് വില്ലേജ് ഓഫീസർമാരെ ഉയർത്തുക, ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും കൂട്ടിച്ചേർത്ത് ഒന്നാക്കി മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ശമ്പള കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്ക് ജീവനക്കാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി വിളിച്ചു ചേർത്ത മന്ത്രിതല ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. നാളെ വീണ്ടും ചർച്ച നടക്കും. ധനലക്ഷ്മി ബാങ്ക് ജീവനക്കാരുടെ നേതാവായ PV മോഹനെ പുറത്താക്കിയ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ബാങ്ക് ജീവനക്കാർ കഴിഞ്ഞ 1 മാസമായി നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുമായും സംഘടനാ നേതാക്കളുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും ചർച്ച നടന്നത്. ഇരുകൂട്ടരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നതോടെ ഇരുകൂട്ടരോടും പ്രത്യേകം ചർച്ച നടത്തി സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഫോർമുല തയ്യാറാക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു.
നാളെ വീണ്ടും ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തും. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ആർ ചന്ദ്രശേഖരൻ, എളമരം കരീം, കെ.പി. രാജേന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ താരലേലത്തിൽ മലയാളികളുടെ അഭിമാനമായി മാറിയ കാളത്തോട് സ്വദേശി റിനോ ആന്റോയ്ക്ക് തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ സ്വീകരണം നൽകി. കുട്ടിക്കൂട്ടത്തിന്റെ ആർപ്പുവിളികളുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും റിനോയെ പഴയ കളിമുറ്റത്തേക്ക് സ്വീകരിച്ചാനയിച്ചത്. തുടർന്ന് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം ഉസ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ലളിതമായ ചടങ്ങിൽ സ്കൂളിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും റിനോയെ പൊന്നാട അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും അനുമോദിച്ചു. തനിക്ക് നൽകിയ ഊഷ്മള വരവേൽപ്പിന് മറുപടിയായി സ്കൂൾ അങ്കണത്തിൽ നിരുന്ന കൊച്ചു കൂട്ടുകാർക്കായി കയ്യിൽ കരുതിയ മിഠായികളും റിനോ വിതരണം ചെയ്തു. സ്വീകരണ ആരവത്തിന്റെ പെരുക്കത്തിൽ വിദ്യാർത്ഥികൾ റിനോയുടെ ചിത്രം പതിച്ച ഫ്ലെക്സ് ബോർഡുകളുമേന്തി ആനന്ദ നൃത്തം വയ്ക്കാനും മടിച്ചില്ല. ഒടുവിൽ സ്കൂളിലെ അധ്യാപകരെയും മറ്റും കണ്ട് സന്തോഷം പങ്കുവച്ച ശേഷമാണ് റിനോ മടങ്ങിയത്. കോർപ്പറേഷൻ കൗൺസിലർ പ്രൊഫസർ അന്നം ജോൺ, സ്കൂൾ കായിക അധ്യാപകൻ എം.ബി. ഫ്രാൻസിസ്, സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോബി ടി വർഗീസ്, PTA വൈസ് പ്രസിഡന്റ് സജിത, റിനോയുടെ പിതാവ് ആൻഡോ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ISL താരലേലം തന്നിലെ പ്രതിഭയെ ഒരിക്കൽ കൂടി തെളിയിച്ചു തന്നിരിക്കുകയാണെന്ന് കൊൽക്കത്ത ടീമിൽ ഇടം പിടിച്ച തൃശൂർ കാളത്തേട് സ്വദേശി റിനോ ആന്റോ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ താരലേലത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ റിനോയുടെ ആദ്യ പ്രതികരണമാണ് TCVക്ക് നൽകിയത്. ലേലത്തിൽ വെച്ച ആഭ്യന്തര താരം എന്ന നിലയിൽ പ്രതിഭയ്ക്കൊത്ത വിലയ്ക്ക് ഏതെങ്കിലും ഒരു ടീമിൽ ഇടം ലഭിക്കുമെന്നത് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 90 ലക്ഷം രൂപയ്ക്ക് നിലവിലെ ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ടീം തന്നെ വിലക്കെടുക്കുമെന്ന് റിനോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. തന്നിൽ ടീം അർപ്പിച്ച വിശ്വാസം തന്നിലെ പ്രതിഭയെ കുറച്ചുകൂടി മനസ്സിലാക്കി തരാൻ സാധിച്ചുവെന്നും റിനോ പറയുന്നു. നല്ലൊരു അഭിമാനമുണ്ട്. പക്ഷെ ഓപ്ഷൻ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ 20 കഴിയാം, ചിലപ്പോൾ 40 കഴിയാം, ചിലപ്പോൾ 1 കോടിയിൽ വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്റായിട്ട് ഒരു ബന്ധമില്ല, അങ്ങനെ ഒരു ബന്ധമില്ല. അവർ ലെജൻസ് ആയിരുന്നു, സ്പോൺസറാന്ന് മാത്രം. പക്ഷെ ഫുട്ബോളിനോടുള്ള താല്പര്യം കാരണം അവർ ഒരു ടീം എടുക്കണം. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ 100% ചെയ്യാം, അത്ര മാത്രമല്ല. ISL മാമാങ്കത്തിൽ കച്ചകെട്ടി ഇറങ്ങുമ്പോഴും മലയാളി എന്ന നിലയിൽ കേരളത്തിനായി കളിക്കാൻ സാധിക്കുന്നില്ല എന്ന സങ്കടമുണ്ട്. ലേലത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തനിക്കായുള്ള ശ്രമം നടത്തിയില്ല എന്നത് അല്പം സങ്കടത്തോടെയാണ് റിനോ പങ്കുവയ്ക്കുന്നത്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ സഹ ഉടമയായുള്ള ബ്ലാസ്റ്റേഴ്സ് ഗവനിക്കാതിരുന്ന ഈ കാളത്തോട് സ്വദേശിയെ ക്രിക്കറ്റ് ദാത സൗരവ് ഗാംഗുലിക്ക് ഉടമസ്ഥാവകാശമുള്ള ടീമാണ് ഇപ്പോൾ വിലക്കെടുത്തിരിക്കുന്നത് എന്ന സന്തോഷവും റിനോ മറച്ചുവെക്കുന്നില്ല. ലീഗിൽ പ്രതിഭയ്ക്കൊത്ത മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞ റിനോയ്ക്ക് കേരളത്തിലെ വളർന്നുവരുന്ന പ്രതിഭകൾക്കായി മികച്ച അവസരങ്ങളും സൗകര്യങ്ങളും അധികൃതർ ഒരുക്കി നൽകണമെന്ന അഭിപ്രായവുമുണ്ട്. കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് കൊണ്ടുവരണം. പുതിയ കോച്ചുമാർ വരണം, പ്ലേയേഴ്സിനെ പറഞ്ഞയക്കണം, അമ്മമാരും അപ്പന്മാരും. അങ്ങനെ ഫുട്ബോൾ വളരും. കാൽപന്ത് കളിയിലെ തന്നിലെ പ്രതിഭയെ തൊട്ടുണർത്തി പരിശീലിപ്പിച്ച ഓരോ ഗുരുക്കന്മാരോടുമുള്ള സ്നേഹവും ആത്മാർത്ഥതയും പങ്കുവച്ച റിനോ കഠിനാധ്വാനം ചെയ്താൽ ഏതു ലക്ഷ്യവും നേടിയെടുക്കാമെന്ന സന്ദേശം കൂടി യുവതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ്. TCV ന്യൂസ്, തൃശൂർ. ക്രമക്കേടുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന മേയറുടെ ഉറപ്പിനെ തുടർന്ന് കോർപ്പറേഷനുള്ളിൽ നടത്തിയ കൗൺസിലറുടെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. കൗൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കിലാണ് രാവിലെ 6 മുതൽ കോർപ്പറേഷനുള്ളിൽ കുടിൽ കെട്ടി 48 മണിക്കൂർ നിരാഹാര സമരം ആരംഭിച്ചത്. കുടിൽ കെട്ടിയത് രാവിലെ പോലീസ് പൊളിച്ചു നീക്കിയിരുന്നു. നഗരത്തിലെ കാന വൃത്തിയാക്കുന്നതിലും കുടിവെള്ള വിതരണത്തിലും കെട്ടിട നിർമ്മാണങ്ങളിലുമുള്ള അഴിമതി ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം. സമരം തുടർന്ന ജോൺ കാഞ്ഞിരത്തിങ്കിലുമായി മേയർ വൈകിട്ട് ചർച്ച നടത്തുകയായിരുന്നു. ഈ സംഭവങ്ങളിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മേയർ നൽകിയ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് ജോൺ കാഞ്ഞിരത്തിങ്കിൽ പറഞ്ഞു. പഴയന്നൂരിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. പഴയന്നൂർ നീർണമുക്ക് സ്വദേശി മണലാടി വീട്ടിൽ 28 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. സുഹൃത്തുക്കളുമൊത്ത് സ്വർണ്ണക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അമ്പലക്കുളത്തിൽ കുളിക്കുമ്പോൾ മുങ്ങിത്താഴുകയായിരുന്നു. നാട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ആലത്തൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മൃതദേഹം കണ്ടെത്തിയത്. വടക്കേത്തറ CITU തൊഴിലാളി യൂണിയൻ അംഗവും ഓട്ടോ ഡ്രൈവറുമായിരുന്നു സുമേഷ്. തൃശൂർ നഗരത്തിലെ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾക്കെതിരെ വിജിലൻസ് അന്വേഷണം. കെട്ടിട നിർമ്മാണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസെടുത്തു. കെട്ടിട നവീകരണം എന്ന പേരിൽ അനുമതി തേടി നിയമവിരുദ്ധമായി പുതിയ നിർമ്മാണങ്ങൾ നടത്തുന്നു എന്നായിരുന്നു പരാതി. കോർപ്പറേഷൻ കൗൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കിലാണ് പരാതി നൽകിയത്. വിജിലൻസ് അന്വേഷണത്തിൽ ടൗൺ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർ സ്വകാര്യ വ്യക്തികൾക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതായി കണ്ടെത്തി. ഉദ്യോഗസ്ഥരായ ദിനേശ് കുമാർ, KT രാജൻ, MB രാജൻ, C മുരളീധരൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വിജിലൻസ് DYSP A രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം.
വൈറൽ പനി ബാധിച്ച 1053 പേർ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇവരിൽ 45 പേരെ കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി. വൈറൽക്കം ബാധിച്ച 209 പേരും ചിക്കൻ പോക്സ് ബാധിച്ച 5 പേരും ഇന്ന് ചികിത്സ തേടി. ഇനി റംസാൻ ഒരുക്കങ്ങളുമായി റംസാൻ മുബാറക്. അനുഗ്രഹത്തിന്റെ തോരാമഴയ്ക്കായി വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്ന ലൈലത്തുൽ ഖദ്റിന്റെ പ്രതീക്ഷയുമായി ഇന്ന് 27ാം രാവ്. റംസാനിലെ അവസാനത്തെ 10 നാളുകളിൽ ഒറ്റയാക്കമായി വരുന്ന രാത്രികളിലൊന്നിൽ ഏകദൈവത്തിന്റെ അനുഗ്രഹവുമായി മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ് വിശ്വാസം. റംസാനിലെ ഏറ്റവും സവിശേഷ ദിനമായ 27ാം രാവിൽ ലൈലത്തുൽ ഖദ്ർ എന്ന അനുഗ്രഹം വന്നിറങ്ങുമെന്ന പ്രതീക്ഷയുമുണ്ട്. അവസാനത്തെ 10ൽ വിശ്വാസികളിൽ ചിലർ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനയാണ് ഇത്തികാഫ്. രാവും പകലും പ്രാർത്ഥനയുമായി പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുന്നതാണ് ഈ ചര്യ. അവസാന 10 നാളുകളിൽ പലരും ഇത്തികാഫ് ഇരിക്കാറുണ്ടെങ്കിലും 27ാം രാവിൽ കൂടുതൽ പേർ പ്രാർത്ഥനയുമായി പള്ളികളിലുണ്ടാകും. നോമ്പുതുറയിലെ അവിഭാജ്യ ഘടകമാണ് പഴങ്ങൾ. റംസാൻ മാസത്തെ പഴവിപണിയിലേക്ക്. വൈവിധ്യമാർന്ന പഴങ്ങളാൽ സമ്പന്നമാണ് റംസാൻ പഴവിപണി. നാടനും വിദേശിയും ഒരുപോലെ കൈയടക്കിയ വിപണിയിൽ സങ്കര ഇനങ്ങൾ സുലഭമാണ്. വിദേശ ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ. പക്ഷേ വിദേശികളെ തൊട്ടാൽ അല്പം പൊള്ളും. വിദേശികളിൽ കിവി, റംബൂട്ടാൻ, ലീച്ചി, മംഗോസ്റ്റീൻ, മുള്ളാത്ത എന്നിവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലും. കാണാൻ വലിയ സുന്ദരനല്ലെങ്കിലും ഓസ്ട്രേലിയക്കാരനായ കിവി തന്നെയാണ് ഇവയിൽ കേമൻ. പക്ഷെ വില അല്പം കൂടും. കിലോയ്ക്ക് 240 രൂപ. ഒരേ തരക്കാരനായതുകൊണ്ട് മംഗോസ്റ്റിനും അതേ വില തന്നെ. രുചിക്കൊപ്പം ആരോഗ്യവും എന്നതുകൊണ്ട് മുള്ളാത്തയ്ക്ക് 300 രൂപയാണ് വില. ഷമാമിന് കിലോയ്ക്ക് 40 രൂപ. എന്നാൽ നോമ്പുതുറയിലെ താരം ആപ്പിളും തണ്ണിമത്തനും തന്നെ. 5 തരം ആപ്പിളാണ് നോമ്പുതുറയ്ക്ക് മുന്നേ വിപണിയിൽ എത്തിയത്. ഒറ്റനോട്ടത്തിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും രുചിയിൽ വ്യത്യാസം പ്രകടം. ന്യൂസിലാൻഡ്, ചൈന, വാഷിംഗ്ടൺ, സിട്രസ്, പച്ച ആപ്പിൾ എന്നിങ്ങനെയാണ് ആപ്പിൾ വൈവിധ്യം. ന്യൂസിലാൻഡ് ആപ്പിളിനാണ് വില കൂടുതൽ. കിലോയ്ക്ക് 240. സാദാ ആപ്പിളിന് കിലോ 160 രൂപയാണ് വില. തണ്ണിമത്തനാണ് നോമ്പുതുറയിലെ മറ്റൊരു താരം. 30 രൂപയാണ് 1 കിലോ തണ്ണിമത്തന്റെ വില. മുന്തിരിയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. പച്ചയും കറുപ്പും കുരുവില്ലാത്ത ഇനവും ജ്യൂസ് മുന്തിരിയും ഒക്കെയുണ്ട് കൂട്ടത്തിൽ. 60 തൊട്ട് മുകളിലേക്കാണ് വില. റോസ് മുന്തിരിക്കാണ് ഡിമാൻഡ് കൂടുതൽ. കിലോയ്ക്ക് 90 രൂപ. കൊടൈക്കനാൽ പിയർ, ഓറഞ്ച്, സബർജില്ലി, കജൂർ, പൈനാപ്പിൾ, നാടൻ പപ്പായ, പ്ലംസ്, വിവിധ തരം മാങ്ങകൾ, മാതള നാരങ്ങ, വിവിധ തരം പഴങ്ങൾ എന്നിവയും റംസാൻ പുണ്യവുമായി വിപണിയിലുണ്ട്. TCV ന്യൂസ്, തൃശൂർ. പുണ്യ റംസാനിലെ ശ്രേഷ്ഠമായ 27ാം രാവിന്റെ ധന്യതയിൽ ഹൈന്ദവ കുടുംബവും പങ്കുചേർന്നു. തൊയക്കാവ് കൊപ്രവീട്ടിൽ സിദ്ധാർത്ഥന്റെ കുടുംബമാണ് ജാതിമത ഭേദമന്യേ സക്കാത്ത് വിതരണം ചെയ്ത് 27ാം രാവിന്റെ പുണ്യം പങ്കിട്ടത്. 35 വർഷത്തോളമായി ഗൾഫിലുള്ള സിദ്ധാർത്ഥൻ ഈശ്വരൻ തരുന്ന സൗഭാഗ്യത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്കായി റംസാൻ ദിനങ്ങളിൽ വർഷങ്ങളായി മുടങ്ങാതെ വിതരണം ചെയ്യുകയാണ്. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് റംസാനിലെ 27ാം രാവ് എന്നാണ് മുസ്ലിം സഹോദരങ്ങളുടെ വിശ്വാസം. ഈ നാളുകളിലെ സൽക്കർമ്മങ്ങൾക്ക് പല മടങ്ങ് പുണ്യം ലഭിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു. ഇതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥനും കുടുംബവും സക്കാത്ത് വിതരണത്തിന് 27ാം രാവ് തിരഞ്ഞെടുക്കുന്നതും. ഇത്തവണ 150 ചാക്ക് അരിയാണ് സക്കാത്ത് വിതരണത്തിനായി എത്തിച്ചത്. 5 കിലോ അരി വീതമാണ് ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും നൽകുന്നത്. 2000-ലേറെ പേർ അരി വാങ്ങാനായി എത്തിയിരുന്നു. ഇത്തവണ സിദ്ധാർത്ഥൻ നാട്ടിൽ ഇല്ലാത്തതിനാൽ സഹോദര ഭാര്യ അനൂപ ഉണ്ണികൃഷ്ണനാണ് സക്കാത്ത് വിതരണത്തിന് നേതൃത്വം നൽകിയത്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച സക്കാത്ത് വിതരണം ഉച്ചതിരിഞ്ഞ് 3 മണി വരെയും തുടർന്നു. മാനവികതയുടെ വലിയ സന്ദേശമാണ് സിദ്ധാർത്ഥന്റെ കുടുംബം സമൂഹത്തിന് നൽകുന്നത്. TCV പാവറട്ടി. കുറുക്കഞ്ചേരി ജുമാ മസ്ജിദിൽ നടക്കുന്ന നോമ്പുതുറ സ്നേഹത്തിന്റെ പര്യായമാണ്. രോഗികളും അന്യസംസ്ഥാന തൊഴിലാളികളുമടക്കം നിരവധി പേർക്കാണ് ഇവിടെ ദിവസവും നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. ഈത്തപ്പഴം, നാരങ്ങാവെള്ളം, പഴങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവയ്ക്ക് പുറമെ പത്തിരിയും നെയ്ച്ചോറും അടക്കമുള്ള വിഭവങ്ങളും ഇവിടെ വിതരണം ചെയ്യാറുണ്ട്. കൂടാതെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നു. റംസാൻ അവസാന 10ന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ പള്ളി ഖത്തീബ് ഫൈസൽ റഹ്മാനി സന്ദേശം നൽകി. പള്ളി പ്രസിഡന്റ് AS സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM ഷാഹുൽ ഹമീദ്, ട്രഷറർ PK സക്കറിയ, കൺവീനർ PA അഷ്റഫ്, AB ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഒറ്റപ്പാലം മങ്കരയിൽ റെയിൽവേ ട്രാക്കിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോന്നി സ്വദേശിനി ആര്യ കെ സുരേഷിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സുഹൃത്തുക്കളായ 2 പെൺകുട്ടികളെ മരിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. ഇവരുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഐരുവൺ സ്വദേശിനി ആതിര, തെങ്ങുകാവ് സ്വദേശിനി എസ് രാജി എന്നിവരാണ് മരിച്ചത്. കാണാതായ പെൺകുട്ടികൾ ട്രെയിനിൽ നിന്ന് ചാടിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. മൂവരെയും കാണാതായതിനെ തുടർന്ന് അന്വേഷണം നടക്കുന്നതിനിടെയാണ് +2 വിദ്യാർത്ഥിനികളായ 2 പേരെ മരിച്ച നിലയിലും ഒരാളെ പരിക്കേറ്റ നിലയിലും മങ്കര റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത്. +2 വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തിൽ പേരാമ്പ്ര സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് 3 പെൺകുട്ടികളെ കോന്നിയിൽ നിന്ന് കാണാതായത്. ഇവരിൽ 2 പേരെ ഒറ്റപ്പാലം മങ്കരയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒരാളെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ പെൺകുട്ടിയുമായി ചാറ്റിംഗ് നടത്തിയിരുന്ന യുവാവിനെയാണ് പേരാമ്പ്രയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജൂലൈ 6 വരെ പെൺകുട്ടികളുമായി ഇയാൾ സംസാരിച്ചു എന്നതാണ് പോലീസിന് കിട്ടിയ വിവരം. എന്നാൽ ഇവരെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. അയൽക്കാരിയായ വയോധികയെ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന യുവാവിനെ മണ്ണുത്തി പോലീസ് പിടികൂടി. കിഴക്കേ വെള്ളാനിക്കര സ്വദേശി ചെറുവത്ത് വീട്ടിൽ സതീഷ് ബാബുവാണ് അറസ്റ്റിലായത്. 2011 വെള്ളാനിക്കരയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം. മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വെച്ച കേസിൽ ഒളിവിലായിരുന്ന ചിറ്റൂർ സ്വദേശി ബാബുവിനെയും പോലീസ് പിടികൂടി. ഭക്ഷണം കഴിക്കുന്നതിനിടെ ഇറച്ചിയുടെ എല്ല് തൊണ്ടയിൽ കുരുങ്ങി ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ലി സ്വദേശി മുത്താണ്ടശ്ശേരി 47 വയസ്സുള്ള സജിത്താണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഭക്ഷണം കഴിക്കുന്നതിനിടെ എല്ല് തൊണ്ടയിൽ കുത്തിക്കയറുകയായിരുന്നു. തുടർന്ന് ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് എല്ല് നീക്കം ചെയ്തെങ്കിലും ഷുഗറിന്റെ അളവ് കൂടിയതിനെ തുടർന്ന് ന്യൂമോണിയ അണുബാധയുണ്ടാവുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. അഞ്ചാങ്കല്ലിൽ പ്രവർത്തിക്കുന്ന സിമ്പിൾ ചിക്കൻ സെന്ററിന്റെ ഉടമയാണ് മരിച്ച സജിത്ത്. കാർഷിക സർവകലാശാലയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരനെ ശമ്പളവും പെൻഷൻ ആനുകൂല്യങ്ങളും തടഞ്ഞുവെച്ച സംഭവത്തിൽ രജിസ്ട്രാർക്ക് നോട്ടീസ് അയക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം R നടരാജൻ ഉത്തരവിട്ടു. വിയൂർ വനിതാ ജയിലിലെ തടവുകാരെ പീഡിപ്പിക്കുന്നുവെന്ന പരാതിയിൽ ജയിൽ DGPയോട് റിപ്പോർട്ട് തേടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ മർദ്ദിച്ച സംഭവത്തിൽ വിധി പറയുന്നത് മാറ്റിവെച്ചു. ഡിവൈഎഫ്ഐയുടെ സോളാർ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രകടനത്തിനിടെ ജില്ലാ പ്രസിഡന്റ് KV സജുവിനെ മർദ്ദിച്ച സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലെ അന്നത്തെ CI, SI, ASI എന്നിവർ ഉൾപ്പെട്ട കേസിലും കുന്നംകുളം സ്റ്റേഷനിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച പരാതിയിലും വാദം തുടങ്ങി. PSC പരീക്ഷയിൽ മലയാളം ഒഴിവാക്കിയെന്ന പരാതിയിൽ PSC സെക്രട്ടറിയോട് നടപടിയെടുക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. തൃശൂരിൽ നടന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ 60 കേസുകൾ പരിഗണിച്ചു. 26 കേസുകൾക്ക് തീർപ്പ് കൽപ്പിച്ചു. പുതിയതായി 25 പരാതികളും ലഭിച്ചു. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് അവസരമൊരുക്കിയിരിക്കുകയാണ് അമല മെഡിക്കൽ കോളേജ്. ഒട്ടേറെ കൗതുക കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇന്ദ്രിയ 2015 എന്ന മെഡിക്കൽ എക്സിബിഷന് നാളെ വൈകിട്ട് സമാപനമാകും. ഈ കാണുന്ന മനുഷ്യ തലയോട്ടിയുടെ മാതൃകയ്ക്കുള്ളിലൂടെ കടന്നാൽ ഇന്ദ്രിയ 2015 എന്ന മെഡിക്കൽ എക്സിബിഷന്റെ വിസ്മയ കാഴ്ചകൾക്ക് തുടക്കം. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായാണ് അമല മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു അവസരം ഒരുക്കിയിരിക്കുന്നതെന്ന് അമല ജോയിന്റ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ പറഞ്ഞു. തങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, തങ്ങൾ 5 വർഷം കൊണ്ട് പഠിച്ചു തീർക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിനെ അറിയിക്കുക. എന്താണ് ഒരു മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നത്, 5 വർഷം കൊണ്ട് ഇവരെന്താണ് പഠിച്ച് മനുഷ്യ ശരീരത്തിലെ ഏതെല്ലാം ഭാഗങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാണ് വിശുദ്ധമായിട്ട് അവർ പഠിച്ച് പുറത്തിറങ്ങുന്നത് എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാക്കുക. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും മെഡിസിനിലേക്ക് വരാനോ MBBS എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ പഠിക്കുന്നത് എന്നറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു. തലച്ചോറ്, ആമാശയം, കരൾ, ഹൃദയം, ശ്വാസകോശം, കൈകാലുകൾ തുടങ്ങി ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും മെഡിക്കൽ വിദ്യാർത്ഥികൾ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടാതെ രോഗങ്ങളെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചുമുള്ള അവബോധം, അപകടങ്ങളിൽ അകപ്പെട്ടവരെ രക്ഷിക്കേണ്ട വിധം, ഭക്ഷണ രീതികൾ, രോഗീ പരിചരണം, പാമ്പ്, പേപ്പട്ടി തുടങ്ങിയ വിഷചികിത്സാ രീതികൾ, നേത്രദാനം, രക്തദാനം, അവയവദാനം എന്നിവയുടെ ബോധവൽക്കരണം, വിവിധ പരിശോധനകൾ, ഓപ്പറേഷനുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവ എക്സിബിഷനിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. കണ്ണിന്റെ കവാടത്തിലൂടെ കയറിയാൽ നേത്രരോഗങ്ങളെക്കുറിച്ചും കണ്ണിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുകയും കാണാ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്യാം. ചെവിക്കുള്ളിലൂടെ കയറിയാൽ ചെവിയുടെ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്നതോടൊപ്പം കാതിന് ഇമ്പമുള്ള രസങ്ങൾ കേട്ടാസ്വദിക്കാം.
ഗർഭപാത്രത്തിനുള്ളിലൂടെ പ്രവേശിച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ഗർഭാശയ രോഗങ്ങളെക്കുറിച്ചും അറിയുകയുമാകാം. വായ്ക്കുള്ളിലൂടെ കയറി ശരീര അവയവങ്ങളിലൂടെ സഞ്ചരിച്ച് പുറത്തു കടക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമൊക്കെ അവബോധം നേടിയെന്ന പ്രതീതിയും ലഭിക്കുകയായി. കണ്ണിനും കാതിനും മെയ്യിനും മനസ്സിനും കുളിർമയേകുന്ന കൗതുക കാഴ്ചകളാണ് ഇന്ദ്രിയയിൽ ഒരുക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. പട്ടാളം റോഡ് വികസനത്തിന്റെ ഭാഗമായി തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം ഏതാനും ദിവസത്തിനുള്ളിൽ കോർപ്പറേഷൻ വക കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കും. പട്ടാളം റോഡ് വികസനത്തിനായി പോസ്റ്റ് ഓഫീസ് താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനു വേണ്ടി പോസ്റ്റ് ഓഫീസ് അധികൃതരുടെയും മേയർ രാജൻ ജയപ്പലിന്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി. ചെങ്ങാലൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന ഭർത്താവിനു വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം വഴിമുട്ടുന്നു. ചെങ്ങാലൂർ വടക്കുംകര സുജിത്തിന്റെ ഭാര്യ ശാലിനിയെ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെ വീട്ടുകിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് സുജിത്തിനു വേണ്ടി പോലീസ് തമിഴ്നാട്ടിൽ അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല. 2 സംഘങ്ങളായി കൊടൈക്കനാലിലും പൊള്ളാച്ചിയിലും അന്വേഷണം നടത്തിയ പോലീസ് തിരിച്ചെത്തി. പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇയാളുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ബന്ധപ്പെടുമെന്ന നിഗമനത്തിലാണ് പോലീസ്. സുജിത്തിന്റെ ഫോട്ടോ തമിഴ്നാട് പോലീസിന് കൈമാറുമെന്ന് പുതുക്കാട് CI N മുരളീധരൻ അറിയിച്ചു. പേനകത്ത് വിദ്യാർത്ഥികൾക്ക് ഹാൻസും പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയിരുന്ന മധ്യവയസ്കനെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പേനകം സ്വദേശി മൂപ്പാണ്ടശ്ശേരി വീട്ടിൽ മോഹനെയാണ് പാവറട്ടി SI AP ഷാൻഡോ, അഡീഷണൽ SI TK ചന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത്. പേനകം സെന്ററിൽ പ്രവർത്തിക്കുന്ന പെട്ടിക്കടയിൽ 5 രൂപയ്ക്ക് ലഭിക്കുന്ന ഹാൻസ് വിദ്യാർത്ഥികൾക്ക് 30 രൂപയ്ക്കാണ് വിറ്റിരുന്നത്. ഇയാളിൽ നിന്നും 36 പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. CPOമാരായ MS ശരത്, MN സുജിത്, സുഹാസ്, വിമൽ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ വെള്ളത്തിന്റെ എഞ്ചിൻ ദേഹത്തേക്ക് തെറിച്ചു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. കാലിന് പരിക്കേറ്റ എറിയാട് സ്വദേശി പൊയിലിങ്ങൽ ഷിഹാബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ അലിഫ് എന്ന വെള്ളത്തിന്റെ കാരിയർ വെള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിന്റെ എഞ്ചിൻ ഘടിപ്പിക്കുന്ന സ്റ്റാൻഡ് വേർപ്പെടുത്തിനെ തുടർന്ന് എഞ്ചിൻ തെറിച്ചു വീഴുകയായിരുന്നു. കരയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടം നടന്നത്. ശക്തമായ കാറ്റിൽ വഞ്ചി കടലിൽ മുങ്ങിത്താഴുകയായിരുന്നു. താഴ്ന്നുപോയ വഞ്ചി നിരവധി തവണ ഉയർത്താൻ കഴിയാതിരുന്നതിനാൽ ഉപേക്ഷിച്ചു. വഞ്ചിയിലുള്ളവരെ മറ്റൊരു വെള്ളത്തിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു. ചാവക്കാട് പുതിയ പാലത്തിനടുത്ത് പ്രവർത്തിക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് സ്ഥാപനമായ മുത്തൂറ്റ് ഫോറക്സിൽ നിന്നും വിദേശികളെന്ന് കരുതുന്ന ദമ്പതികൾ 2500 UAE ദിർഹവും 2500 സൗദി റിയാലും തട്ടിയെടുത്തു മുങ്ങി. ഡോളർ ചോദിച്ചാണ് സ്ത്രീയും പുരുഷനും ഇവിടെ എത്തിയത്. 15 വയസ്സ് തോന്നിക്കുന്ന കുട്ടിയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. $100 ഇവർ വാങ്ങിക്കുകയും പകരം ഇന്ത്യൻ കറൻസി തിരിച്ചു നൽകുകയും ചെയ്തു. ഇംഗ്ലീഷിലും അറബിയിലുമാണ് ഇവർ സംസാരിച്ചിരുന്നതെന്ന് ബ്രാഞ്ച് മാനേജർ VK അലി പറഞ്ഞു. UAE ദിർഹവും സൗദി റിയാലും ഇവരെ കാണിക്കുന്നതിനിടെ കറൻസികൾ മാറ്റുകയായിരുന്നു അത്രേ. ഈ സമയം സ്ഥാപനത്തിലുണ്ടായിരുന്ന വനിതാ സ്റ്റാഫിനെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ തന്ത്രപൂർവ്വം സ്ഥാപനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. സ്ഥാപനത്തിലുള്ള CCTV ക്യാമറയിൽ ദൃശ്യങ്ങളെല്ലാം വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ബ്രാഞ്ച് മാനേജർ പോലീസിനെ പരാതി നൽകി. അകലാട് നാലാംകല്ല് ഭാഗങ്ങളിൽ കടലിൽ ചാകര, ചെമ്മീൻ, ഏട്ട, ചാള, അയില തുടങ്ങിയ മത്സ്യങ്ങളാണ് ലഭിക്കുന്നത്. കൊടുങ്ങല്ലൂർ, വാടാനപ്പള്ളി, തിരുവനന്തപുരം ഭാഗങ്ങളിലെ മത്സ്യബന്ധനക്കാർ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കുടിവെള്ള പദ്ധതികൾക്ക് മാത്രമായി പ്രത്യേക പാക്കേജിന് രൂപം നൽകുകയും 3,13,00,000 രൂപ അനുവദിക്കുകയും ചെയ്തതായി PK ബിജു MP അറിയിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളെയും കോളനികളെയും ഉൾപ്പെടുത്തിയാണ് MP പ്രത്യേക പാക്കേജ് രൂപവൽക്കരിച്ചിട്ടുള്ളത്. ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നതിനനുസരിച്ച് കിണർ റീചാർജ് ചെയ്യുന്ന പദ്ധതികൾ സംയോജിത നീർത്തട പദ്ധതി അനുസരിച്ച് കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ആവശ്യപ്പെടുമെന്നും MP അറിയിച്ചു. ഡിസംബർ 31 മുമ്പായി കുടിവെള്ള പദ്ധതികൾ ഗുണഭോക്താക്കൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയുന്ന നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ MP നിർവ്വഹണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടികജാതിക്കാരനായ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് സംബന്ധിച്ചുള്ള പുനരന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാൻ സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ഉത്തരവായി. കല്ലൂർ പാറക്കാട് പുലിക്കൽ സ്വദേശിയായ രജീഷിന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തിൽ നീതിപൂർവമായ അന്വേഷണം ആവശ്യപ്പെട്ട് പാറക്കാട് നിവാസികൾ സമർപ്പിച്ച പരാതിയിൽ ചാലക്കുടിയിൽ നടന്ന പരാതി പരിഹാര അദാലത്തിലാണ് കമ്മീഷൻ ചെയർമാൻ റിട്ടയേർഡ് ജഡ്ജി PN വിജയകുമാർ വിധി പുറപ്പെടുവിച്ചത്. അടുത്ത അദാലത്ത് 15-ന് ഇരിങ്ങാലക്കുട PWD റെസ്റ്റ് ഹൗസ് ഹാളിലും 16-ന് ഗുരുവായൂർ മുനിസിപ്പൽ ലൈബ്രറി ഹാളിലും നടക്കും. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ മെഗാ മാർഗം കളിക്ക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം ലഭിച്ചു.
തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 16-നാണ് മെഗാ മാർഗം കളി അരങ്ങേറിയത്. ഇടവകയിലെ 7 മുതൽ 88 വയസ്സ് വരെയുള്ള 646 സ്ത്രീകളാണ് മാർഗം കളിയിൽ പങ്കെടുത്തത്. ലിംകയിൽ ഇടം നേടിയതിന്റെ സർട്ടിഫിക്കറ്റ് അധികൃതർക്ക് ലഭിച്ചു. വികാരി ഫാദർ പോൾ ചെറുവത്തൂർ, കണ്ടംകുളത്തി വൈദ്യശാല മാനേജിംഗ് ഡയറക്ടർ KP വിൽസൺ, PP ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് കോളഞ്ചേരി തുടങ്ങിയവരായിരുന്നു മാർഗം കളിയുടെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വിവാഹ പാർട്ടി ഉപയോഗിച്ചിരുന്ന ഹെലിക്യാം ക്യാമറ ഗുരുവായൂരിൽ പരിഭ്രാന്തിക്കിടയാക്കി. അതീവ സുരക്ഷാ മേഖലയായ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ഹെലിക്യാം ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ചിത്രീകരിച്ചതാണ് പരിഭ്രാന്തിക്കിടയാക്കിയത്. ക്ഷേത്ര പരിസരത്ത് ക്യാമറ ഉയർന്നു പറക്കുന്നത് കണ്ട നാട്ടുകാർ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിവാഹ സംഘമാണ് ക്യാമറ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തി. തുടർന്ന് ക്യാമറ സംഘത്തെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിവരങ്ങൾ അന്വേഷിച്ചു. ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി. സംശയകരമായി യാതൊന്നും കണ്ടെത്തിയില്ല. ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളും ക്യാമറയിലില്ലായിരുന്നു. ടെമ്പിൾ SI UH സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്യാമറ സംഘത്തെ ചോദ്യം ചെയ്തത്. ഇനി വാണിജ്യം. സ്റ്റൈൽ ഹബ് ഡിസൈനർ ആൻഡ് സ്റ്റിച്ചിങ് സ്റ്റുഡിയോ തൃശൂർ കാഞ്ഞാണി റോഡിൽ ചുങ്കം ബസ് സ്റ്റോപ്പിനടുത്ത് പ്രവർത്തനം ആരംഭിച്ചു. പുതുപുത്തൻ ഫാഷൻ തരംഗങ്ങളും നിറച്ചാർത്തേക്കുന്ന വസ്ത്രവൈവിധ്യവും അണിനിരത്തിയാണ് സ്റ്റൈൽ ഹബ് ഡിസൈനർ ആൻഡ് സ്റ്റിച്ചിങ് സ്റ്റുഡിയോ തൃശൂർ കാഞ്ഞാണി റോഡിലെ ചുങ്കം ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഏതൻസ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചലച്ചിത്ര താരം ലിയോൺ അലിഷോയ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റൈൽ ഹബ് പാർട്ണർമാരായ അഭിനവ്, ആന്റോ തോമസ്, PG രമേശ്, ഡിസൈനർ ഹിൽഡ വില്ലി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഹാൻഡ് പിക്ഡ് ആൻഡ് കസ്റ്റമൈസ്ഡ് ഗാർമെന്റ്സ്, ചുരിദാർ മെറ്റീരിയൽസ്, സ്റ്റൈൽ അസസ്മെന്റ്സ്, ഫാഷൻ കൺസൾട്ടേഷൻ, സ്റ്റിച്ചിംഗ്, പേഴ്സണൽ ഷോപ്പിംഗ് തുടങ്ങിയ സജ്ജീകരണങ്ങളോടെയാണ് സ്റ്റൈൽ ഹബ് ഡിസൈനർ ആൻഡ് സ്റ്റിച്ചിംഗ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9947549075. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കേരള ഭവന നിർമ്മാണ ബോർഡിന്റെ ഫ്ളാറ്റുകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനർഹരായവർ കൈവശപ്പെടുത്തി. ഫ്ളാറ്റിലെ കുടുംബങ്ങൾ താമസിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ. ആദിവാസി ഊരുകളിൽ നിന്ന് കുന്നംകുളത്തെ സ്കൂളുകളിൽ കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. TCB വാർത്തയെ തുടർന്നാണ് നടപടി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി KG സൈമൺ ചുമതലയേറ്റു. സുരക്ഷാ ഗതാഗത സംവിധാനങ്ങളിൽ തൃശൂരിന്റെ പ്രത്യേകതകൾ പഠിച്ച ശേഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷണർ. തൃശൂരിൽ ആഭ്യന്തരമന്ത്രിയെ സല്യൂട്ട് ചെയ്യാതിരുന്ന ADGP ഋഷിരാജ് സിംഗിന്റെ നടപടി ശരിയായില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഋഷിരാജ് സിംഗിനെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. ജില്ലയിൽ വീണ്ടും ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമം. കേച്ചേരി SBI ബാങ്ക് ശാഖയുടെ ചുമർ കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്ക്, Penco Marbles and Granites. ജോസ് ആലുക്കാസ്.